നമസ്കാരം. കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം. പാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ അടിയന്തര യോഗം UDF അംഗങ്ങൾ ബഹിഷ്കരിച്ചു. UDF അംഗങ്ങൾ പാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഓഫീസിനു മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ 2 കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ ആണുള്ളത്. സർക്കാരിന്റെ പുതിയ തീരുമാനം അനുസരിച്ച് ഒരു ബ്ലോക്ക് CHC ആണ് വരേണ്ടത്. ഇത് നിലവിൽ പാമ്പാക്കടയിലാണ്. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയെ അറിയിക്കാതെ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാതെ പ്രസിഡന്റ് ഏകപക്ഷീയമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് അയച്ച കത്തിൽ പാമ്പാക്കട CHCക്ക് ബ്ലോക്ക് CHC പദവിക്ക് അർഹതയില്ല എന്നും കാട്ടി സർക്കാരിന് കത്തയച്ചതിൽ പ്രതിഷേധിച്ച് UDF അംഗങ്ങൾ കമ്മിറ്റി ബഹിഷ്കരിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. സമരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിബി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജയകുമാരി സോമൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരു അടിയന്തര യോഗം ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടിയന്തര യോഗത്തിന് കാരണം പാമ്പാക്കുട ഹോസ്പിറ്റലും രാമപുരം ഹോസ്പിറ്റലും CHC ആയി നിലനിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അംഗങ്ങൾ തീരുമാനത്തിലേക്ക് പോകുമ്പോൾ പാമ്പാക്കുട ആശുപത്രിയെ തഴഞ്ഞ് രാമപുരത്തെ മാത്രം ബ്ലോക്ക് CHC ആയി നിലനിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സ്മിത എൽദോസ് ആരോഗ്യവകുപ്പ് മന്ത്രിക്കും മറ്റ് ഉദ്യോഗസ്ഥന്മാർക്കും ഒരു കത്തയച്ചു. ആ കത്തയച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ലെറ്റർ പാഡിൽ ഔദ്യോഗികമായിട്ടാണ്. ഞങ്ങളുടെ നിലപാട് ഇതാണ്: രാമപുരത്തെയും ഹോസ്പിറ്റലിനെയും പാമ്പാക്കുട ഹോസ്പിറ്റലിനെയും രണ്ടും നിലവിൽ CHCകളാണ്. രണ്ടും ബ്ലോക്ക് CHCകളായി തുല്യ പരിഗണനയോടെ നിലനിർത്തണം. പ്രസിഡന്റ് കൊടുത്ത കത്തിൽ പറയുന്നു, പാമ്പാക്കട ആശുപത്രിയിൽ ആവശ്യത്തിന് സൗകര്യങ്ങളില്ല, പാമ്പാക്കട ആശുപത്രിക്ക് അതിന് യോഗ്യതയില്ല, അതുകൊണ്ട് അത് പറ്റില്ല, രാമപുരത്ത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലോക്ക് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാതെ ബ്ലോക്ക് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് എൽസി ടോമി അറിഞ്ഞിട്ടില്ല, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അറിഞ്ഞിട്ടില്ല, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയായിട്ട് ഇത് ചർച്ച ചെയ്തിട്ടില്ല, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അറിഞ്ഞിട്ടില്ല. ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു ചർച്ച പോലും ചെയ്യാതെ ഏകപക്ഷീയമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു കത്ത് കൊടുത്തു. അതിലാണ് ഞങ്ങളുടെ പ്രതിഷേധം. വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം. പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ. ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം. വരൂ, നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ. പൈറ്റക്കുളം മാർബിൾസ്, കൂത്താട്ടുകുളം, കോതമംഗലം.